Kerala Reader English Class 5 Unit 3 Rebecca the Change Maker എന്ന രണ്ടാം ഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310. Nature is beautiful, but if we harm nature, it will show us its scary face. പ്രകൃതി വളരെ ഭംഗിയുള്ളതാണ്, പക്ഷേ നമ്മൾ അതിനെ നശിപ്പിച്ചാൽ, നമ്മൾ അതിനെ ബുദ്ധിമുട്ടിച്ചാൽ, അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു സ്കാരി ഫേസ്, അതിൻ്റെ ഒരു മോശമായ വശം അത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? മനുഷ്യന്മാർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രകൃതിനെ പ്രയാസപ്പെടുത്തുന്നത്, ബുദ്ധിമുട്ടിലാക്കുന്നത്? വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, ഭവിഷ്യത്ത്? ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. ഫ്ലഡ്സ് പ്ലേ ഹാവോക്ക് വിത്ത് ലൈഫ്സ് ഇൻ കേരള. അതായത് കേരളത്തിലെ മനുഷ്യൻ്റെ ജീവനങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു വെള്ളപ്പൊക്കത്തിനെ കുറിച്ചുള്ള ന്യൂസാണിത്. തിരുവനന്തപുരത്തെ പേപ്പറിലെ ന്യൂസ്. റെയിൻസ്, സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ് ദിസ് പാസ്റ്റ് വീക്ക് took a toll of 200 lives so far, officials stated here on Monday. അപ്പോൾ അവിടെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വരികയാണ് തിങ്കളാഴ്ച. എന്താണ്? കഴിഞ്ഞ ആഴ്ച, പാസ്റ്റ് വീക്ക്, ഈ കാറ്റും മഴയും പ്രളയം കൊണ്ട് 200ഓളം ജീവൻ നഷ്ടപ്പെട്ടു. ഗിവിംഗ് എ റൗണ്ട് അപ്പ് of the havoc across districts, officials said several houses collapsed and hundreds of people have been rendered homeless. അതായത് ഈ പ്രളയം കൊണ്ട് അനേക വീടുകൾ വീണുപോയി, കൊളാപ്സ്ഡ്, മറിഞ്ഞ് പൊട്ടി വീണുപോയി. 100 കണക്കിന് ആൾക്കാർക്ക് വീടില്ലാതായി. റോഡ്സ് were flooded in low-lying areas, leading to the suspension of road traffic. അങ്ങനെ ട്രാഫിക് ബ്ലോക്കായി, റോഡ് വഴിയുള്ള ട്രാഫിക് ഒക്കെ ബ്ലോക്കായി. എന്താ കാരണം? ലോ ലയിങ് ഏരിയ, താണ പ്രദേശത്തൊക്കെ വെള്ളം കയറി, റോഡിലൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി. റെയിൽ സർവീസസ് ടു റിമെയിൻ സസ്പെൻഡഡ് ഫോർ 2 days. അങ്ങനെ റെയിൽ സർവീസ്, അതായത് ട്രെയിൻ സർവീസും ഇല്ലാതായി 2 ദിവസത്തേക്ക്. ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് were snapped at many places due to the fall of trees. മരങ്ങളൊക്കെ വീണിട്ട് ടെലിഫോണിൻ്റെ വയറൊക്കെ പൊട്ടിപ്പോയി, snapped. The lines are being restored, officials said. അങ്ങനെ ഒഫീഷ്യൽ റിപ്പോർട്ട് എന്താ പറയുന്നത്? ഈ ടെലിഫോൺ ലൈൻസ് ഒക്കെ വീണ്ടും പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുന്നു. വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? മുകളിൽ വായിച്ച ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിനെ കുറിച്ചായിരുന്നു? പ്രളയം. അത് നമുക്ക് മനസ്സിലായി. ഹിയർ ഈസ് എ കൊളാഷ് മെയ്ഡ് ഓഫ് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. റീഡ് സം ഓഫ് ദ ഹെഡ്ലൈൻസ്. വാട്ട് ഈസ് ദ കൊളാഷ് അബൌട്ട്? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊളാഷ് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത്, അതായത് കാലാവസ്ഥ വ്യതിയാനം. ചിൽഡ്രൻ ഡ്രിവൻ ഇൻ ടു ഹങ്കർ, അതായത് കുട്ടികൾ പട്ടിണിയിലാവുക. സൈക്ലോൺ ഓഹി, 5 fishermen മിസ്സിംഗ്. അപ്പം ചുഴലിക്കാറ്റ്, ഓഹി ചുഴലിക്കാറ്റ് അടിച്ചിട്ട് 5 മീൻപിടുത്തക്കാരെ കാണാതായി. ഡിയർ ഡെഡ്, പ്ലാസ്റ്റിക് ഫൗണ്ട് ഇൻ സ്റ്റമക്ക്, അതായത് മാൻ ചത്തുപോയി. എന്താ കാരണം? കുറച്ച് പ്ലാസ്റ്റിക് കവറോ കുപ്പിയോ എന്തോ അതിൻ്റെ വയറ്റിൽ ആയി. സുനാമി ഹിറ്റ്സ് ആലപ്പുഴ, അങ്ങനെ ആലപ്പുഴയിൽ സുനാമി അടിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് പരിസ്ഥിതി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ കൊളാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ പറയുന്നത്? കളക്ട് എ ഫ്യൂ ന്യൂ ഹെഡ്ലൈൻസ് റിലേറ്റഡ് ടു എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് പേസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക് ടു മേക്ക് എ കൊളാഷ് ഓഫ് യുവർ ഓൺ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പേജ് എടുത്തിട്ട് അവിടെ ഒരു കൊളാഷ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച്, എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്. പക്ഷേ ന്യൂ ഹെഡ്ലൈൻസ് ആയിരിക്കണം. ഇവിടെ കൊടുത്ത ഹെഡ്ലൈൻസ് അല്ലാതെ വേറെ പല ഹെഡ്ലൈൻസും എടുത്തിട്ടാണ് ചെയ്യാൻ പറയുന്നത്. യു മേ ഇൻക്ലൂഡ് പിക്ചേഴ്സ് ഓൾസോ ടു മേക്ക് ഇറ്റ് മോർ കളർഫുൾ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒട്ടിച്ചിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കാം. We have seen that excessive water can result in a calamity. ഇപ്പം നമ്മളിപ്പോൾ മുകളിൽ വായിച്ചല്ലോ, കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ദുരന്തങ്ങൾക്കിട വരുത്തും. സ്കാർസിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. സ്കാർസിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളമില്ലായ്മ, അതും പ്രോബ്ലങ്ങൾക്ക് വഴിയൊരുക്കും. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. നമുക്കൊരു സ്റ്റോറി വായിക്കാം. റെബേക്ക ദ ചേഞ്ച് മേക്കർ. റെബേക്ക എന്ന് പറഞ്ഞ ഒരു കുട്ടി, അവിടെ വരുത്തിയ മാറ്റങ്ങൾ. ഇൻ ദ ലാൻഡ് ഓഫ് മസായി in southwest Kenya, there was a girl named Rebecca. തെക്ക് പടിഞ്ഞാറൻ കെനിയയിൽ മസായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ പേര് റെബേക്ക.
The family kept cattle, sheep and goats and depended on farming the land for food. അപ്പോൾ ഈ കുട്ടീൻ്റെ ഫാമിലി കന്നുകാലികളെയും ചെമ്മരിയാടിനെയും ആടിനെയും ഒക്കെ വളർത്തിയിരുന്നു. പിന്നെ അവർക്ക് ഫുഡിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്തിരുന്നു. ആഫ്റ്റർ സ്കൂൾ ടൈം റെബേക്ക യൂസ് ടു ഹെൽപ്പ് ഹർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ റെബേക്ക ഈ കന്നുകാലികളെയും ആടിനെയും ഒക്കെ പരിപാലിക്കാനായിട്ട് അവളുടെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അല്ലേ? റെബേക്ക വന്നിട്ട് മൃഗങ്ങൾക്കൊക്കെ വെള്ളവും തീറ്റയും എല്ലാം കൊടുത്ത് പരിപാലിക്കുകയാണ്. ഇത് ഇവർ ചെയ്യുന്ന എപ്പോഴാണ്? അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ചെയ്യുന്ന ജോലിയാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് വായിക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈങ്. ഒരു വളരെ ചൂടേറിയ ഒരു ദിവസം റെബേക്ക അവളുടെ അമ്മ കരയുന്നതായിട്ട് കണ്ടു. ആ സ്ത്രീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ. ഈ വർഷം നമുക്ക് നല്ലോണം വിളവ് കിട്ടിയില്ല, കൃഷി ചെയ്തിട്ട് നല്ല വിളവ് കിട്ടിയില്ല. നൗ ആ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. ഇപ്പം വെള്ളം ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇത്ര ചൂടായാൽ നമ്മളെ ആടും ചെമ്മരിയാടും ഒക്കെ ചത്തുപോകും. ലേറ്റർ അറ്റ് സ്കൂൾ റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദിസ് ഇയർ. അപ്പം അങ്ങനെ അതിനുശേഷം സ്കൂളിൽ പോയപ്പോൾ റെബേക്ക ടീച്ചറോട് എന്ത് ചോദിച്ചത്? ഈ വർഷം നമുക്ക് നല്ല മഴ കിട്ടിയില്ല, അതെന്തുകൊണ്ടാണ്? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ സെഡ് ദ ടീച്ചർ. അതെ, നമ്മൾ ഈ വർഷം കുറേ ദിവസങ്ങളോളം നമുക്ക് മഴ കിട്ടിയില്ല. വെൻ വി ഹാവ് നോ റെയിൻ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. അപ്പം അവിടെ എന്താ പറയുന്നത്? നമുക്ക് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കൃഷി ചെയ്താലൊന്നും വളരില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക് ആർ ആനിമൽസ് വിൽ ഡൈ. അപ്പം ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളവ്, ഭക്ഷണം കഴിക്കാനുള്ള വിളവ്, കൃഷി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും വളരില്ല വെള്ളം ഇല്ലെങ്കിൽ. ആനിമൽസ്, മൃഗങ്ങൾക്കൊന്നും വെള്ളം ഇല്ലെങ്കിൽ അത് ചത്തുപോകും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വൈറ്റ് ഫോർ എ മൊമെന്റ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ റെബേക്കൻ്റെ ക്ലാസ്സിൽ എല്ലാ മക്കളും കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ദേ വേർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താ കാര്യം അങ്ങനെ മിണ്ടാതിരിക്കാൻ? ഈ റെബേക്കനെ പോലെ തന്നെ അവിടെയുള്ള മിക്ക കുട്ടികളെ വീട്ടിലും ഇതുപോലെ കൃഷിയും പിന്നെ മൃഗങ്ങളും ഒക്കെ ഉള്ളതാണ്. അവരെല്ലാവരും ആ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ആ കുട്ടികൾ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാതിരുന്നു. അപ്പോൾ വെള്ളം ഇല്ലായ്മേൻ്റെ, സ്കാസിറ്റി ഓഫ് വാട്ടർ, അതിൻ്റെ വിഷമം ആലോചിച്ചിട്ടാണ് ആ കുട്ടികളൊക്കെ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരുന്നത്. ഇനി മുന്നോട്ട് വായിക്കാം. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റെബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ റെയിൻ. അങ്ങനെ സ്കൂൾ ലൈബ്രറി പോയിട്ട് റെബേക്ക കുറേ ബുക്സൊക്കെ പരിശോധിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഈ മഴേനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അപ്പോൾ അവൾ വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് അവൾക്ക് വളരെ പരിഭ്രാന്തി തോന്നി, വിഷമം തോന്നി. the whole world is getting hotter and there is less rain. അപ്പോൾ ഭൂമി മുഴുവനും, ലോകം മുഴുവനും മഴയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ലോകം മുഴുവനും ഓൾമോസ്റ്റ് ചൂടാണ് എല്ലാ സ്ഥലത്തും. ഷീ ലേൺഡ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. അങ്ങനെ ഒരു പുതിയ വാക്ക് അവൾക്ക് കിട്ടി, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയുടെ മാറ്റം. കാർസ്, ബസ്സസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിങ് ദ എയർ. അപ്പോൾ കാറ്, ബസ്സസ്, അതായത് വാഹനങ്ങളും ഒക്കെ, റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ, ആകാശത്ത് കൂടെ പോകുന്ന വാഹനങ്ങൾ ഒക്കെ നമ്മളെ വായുവിനെ മലിനപ്പെടുത്തുകയാണ്. പൊല്യൂട്ടിങ്, മലിനപ്പെടുത്തുക. ട്രീസ് ആർ ബീൻ കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ്. അങ്ങനെ ബിൽഡിങ്സും മറ്റ് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ മുറിച്ച് പോവുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ത്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. അതായത് ഹ്യൂജ് പൈൽസ് ഓഫ് ത്രാഷ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. ഈ വേസ്റ്റ് ഹ്യൂജ് പൈൽസ്, അതായത് ഭയങ്കര കുന്നുകൂടി കിടക്കുന്ന വേസ്റ്റ്, ആർ തോട്ട്ലെസ്ലി ബറീഡ്. ഒന്നും ആലോചിക്കാതെ, അതിൻ്റെ ഭവിഷ്യത്തുകൾ, പ്രയാസങ്ങൾ, ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ ഒന്നും ആലോചിക്കാതെ ഒക്കെ കുഴിച്ചു മൂടുകയാണ്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രകൃതിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. റെബേക്ക ഫെൽറ്റ് സാഡ്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് അവർക്ക് വളരെ സങ്കടമായി. വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്. അപ്പോൾ അവളോടായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയൊരു ചെറിയ കുട്ടി, എനിക്ക് ഒറ്റയ്ക്ക് ഈ മുഴുവൻ ലോകത്തിനെയും സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവൾ
ആലോചിച്ചു. ഷീ വണ്ടേർഡ്, അവൾ ആശ്ചര്യപ്പെട്ടു, എന്താ ചെയ്യാൻ പറ്റപ്പോൾ എനിക്ക് എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്? നമ്മൾ നല്ല ചൂടുള്ള സമയം പോലെയുണ്ട് അല്ലേ? മരങ്ങളിലൊന്നും ഇലയില്ല, ആകെ മഞ്ഞ നിറം വറ്റി വരേണ്ട മാതിരിയുണ്ട്. റബേക്ക ആണെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് നടന്നിട്ട് പോവുകയാണ് വീട്ടിലേക്ക്, അവിടെയൊക്കെ പോവുകയാണ് അല്ലേ? നമുക്ക് നോക്കാം മുന്നോട്ട് വായിച്ചിട്ട്. Rebecca decided to talk to her teacher about what she had learned. അങ്ങനെ റബേക്ക ലൈബ്രറിയിൽ നിന്നൊക്കെ വായിച്ച് മനസ്സിലാക്കിയ കാര്യം അവളുടെ ടീച്ചറോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്, ഹെർ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ. അങ്ങനെ റബേക്ക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, അതെ, നമ്മളെ ഭൂമിക്ക് ഇതൊക്കെ വലിയൊരു പ്രയാസമാണ്. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്, ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് വലിയ മരങ്ങളാക്കി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മുമ്പേ വായിച്ച പോലെ മരങ്ങളൊക്കെ നമ്മൾ പല ആവശ്യത്തിന് മുറിക്കുന്നുണ്ട്. അപ്പം മുറിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ മരത്തൈകൾ നട്ട് വളർത്തിയിട്ട് വലിയ മരങ്ങളാക്കി വെക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് എടുക്കാൻ മരം ഉണ്ടാവും. ആസ് റബേക്ക വാക്ക്ഡ് ഹോം ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ഷീ സ്റ്റോപ്പ് ടു ഡ്രിങ്ക് വാട്ടർ ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ. ഈ കാര്യമാണ് നമ്മൾ മുകളിൽ ചിത്രത്തെ കണ്ടത്. റബേക്ക വീട്ടിൽ പോകുമ്പോൾ വളരെ ദാഹം തോന്നിയിട്ട് അവളുടെ വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. ഷീ കുഡ്ന്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവയൺമെൻറ്റ്. പക്ഷെ അവൾക്ക് അവളുടെ ചിന്തയിൽ നിന്ന് ഈ കാര്യം മാറിപ്പോകുന്നില്ല. ഈ മഴയുടെ കുറവും അത് ഈ പ്രകൃതിനെയും പരിസരത്തിനെയും ഒക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവൾക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഷീ കുഡ്ന്റ് സ്റ്റോപ്പ് തിങ്കിങ്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവളുടെ സമൂഹത്തിനെ സഹായിക്കണം എന്നുണ്ട് അവൾക്ക്. ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. അപ്പോൾ അവൾക്ക് ഒരു ഐഡിയ വരും. എന്താണ്? ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഷീ തോട്ട്. അപ്പം ഞാനിപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി കാര്യങ്ങളൊക്കെ കുറേ വായിച്ച് മനസ്സിലാക്കി. ഓക്കെ, ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. അപ്പം എല്ലാവർക്കും ഈ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ അവർക്കും മനസ്സിലാക്കാൻ പറ്റിയാൽ അത് നല്ലൊരു കാര്യമാണല്ലോ. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് അതിനെന്താണ് ചെയ്യേണ്ടത്, അതില്ലായ്മ ചെയ്യാൻ, അതായത് അത് തടയാൻ, വേസ്റ്റ് വലിച്ചെറിയുന്ന തടയാൻ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പോൾ അടുത്ത ദിവസം എന്താ ചെയ്തത് റബേക്ക? അവൾ ടീച്ചറോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അതായത് വെതർ ചേഞ്ച്, വെതർ ചേഞ്ചിനെ പറ്റിയിട്ടും ഈ ഡാമേജ് ഹ്യൂമൻസ് വേർ ഡൂയിങ് ടു നേച്ചർ, അതായത് ഈ പ്രകൃതിയോട് മനുഷ്യന്മാർ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ലെസൺ എടുക്കാൻ പറഞ്ഞു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. അപ്പോൾ റബേക്ക റിക്വസ്റ്റ് ചെയ്തപോലെ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിപ്പിക്കൽ ടീച്ചർ നടത്തി. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്, അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ റബേക്ക എഴുന്നേറ്റ് നിന്ന് ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ദ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. അങ്ങനെ ക്ലാസ്സിൽ പഠിച്ച കാര്യമൊക്കെ വീട്ടിൽ പോയിട്ട് പാരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ റബേക്ക എല്ലാ കുട്ടികളോടും അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്, അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. അങ്ങനെ എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതൊരു സംസാര വിഷയമായി മാറി. എങ്ങനെയാണ് ഈ ഹ്യൂമൻസ്, മനുഷ്യന്മാരിൽ നിന്ന് ഈ പ്രകൃതി നാശമാവുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ റബേക്ക ആവശ്യപ്പെട്ടതുപോലെ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ആ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ 3 മുകളിൽ കാണുന്ന ചിത്രങ്ങൾ. ഒന്ന് കണ്ടോ, വേസ്റ്റ് വീട്ടിൽ നിന്ന് ഉള്ള തലേ ദിവസമുള്ള വേസ്റ്റ് കാറിൽ വന്നിട്ട് സൈഡിലേക്ക് വലിച്ചെറിയാണ്. പിന്നെ വാഹനത്തിൽ നിന്ന് പുറത്ത് വരുന്ന പുക, എൻജിനൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ വളരെ ഭയങ്കര പോയ്സണസ് പുക, കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരും. ഇത് എയറിൽ ആയിട്ട് ശ്വാസകോശത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മരങ്ങൾ മുറിച്ച് മാറ്റുന്നു. കണ്ടോ, മരങ്ങൾ മുറിച്ച് മാറ്റുക എന്നല്ലാതെ പുതിയ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ടീച്ചർ ഈ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത്. ആ ചിത്രമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. അങ്ങനെ പ്രകൃതിനെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം റബേക്കനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമത്തിലുള്ള മുതിർന്നവരൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു.
ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അപ്പോൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസം വളരെ വലുതാണ്, നിസ്സാര കാര്യമല്ല. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെറ്റ്. അങ്ങനെ അതിലൊരു മുതിർന്ന വ്യക്തി എന്ത് പറഞ്ഞു, നമുക്ക് ഈ കെനിയന്റെ പ്രസിഡന്റിനൊരു കത്തെഴുതാം. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലിവ് വിതൗട്ട് റെയിൻ. അങ്ങനെ മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രസിഡന്റ് അറിയണം. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെന്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാർമിങ് നേച്ചർ. അങ്ങനെയാണെങ്കിൽ ചിലപ്പം അദ്ദേഹം ഈ പ്രകൃതിനെ നശിപ്പിക്കുന്നതിനൊക്കെ നിന്ന് തടയിടാനായിട്ട് പുതിയ പുതിയ നിയമങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. റെബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. അങ്ങനെ അവർ എഴുതിയ ആ കത്ത് റെബേക്ക സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവരുടെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തു. ദേ ആസ്ക്ഡ് their family members to sign their names at the bottom to show their support. അപ്പം കുട്ടികൾ എന്ത് ചെയ്തു, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ സൈൻ ചെയ്യണം. എന്തിനാണ്, നിങ്ങൾക്കും ഇതേ കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട്, ഈ ലെറ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലവിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സിഗ്നേച്ചർ ചെയ്യണം. ഇൻ നെയ്റോബി ദ പ്രസിഡന്റ് റെഡ് ദ ലെറ്റർ ഫ്രം ദ മസായി കമ്മ്യൂണിറ്റി. അങ്ങനെ ഈ പ്രസിഡന്റിന് ലെറ്റർ കിട്ടി. എവിടുന്ന്? ആ പ്രസിഡന്റ് ഓഫീസ് എവിടെയാണ്? നെയ്റോബി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നെയ്റോബി എന്ന് പറഞ്ഞാൽ കെനിയയുടെ തലസ്ഥാനം. ഓക്കെ. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. അങ്ങനെ കെനിയന്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ മസായി കമ്മ്യൂണിറ്റി പോലെ തന്നെ മറ്റ് പല കമ്മ്യൂണിറ്റീസും പല ഗ്രാമങ്ങളിൽ നിന്നും ഇങ്ങനെ കത്തുകൾ കിട്ടി തുടങ്ങി. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ, ഹി തോട്ട്. അങ്ങനെ ഈ പ്രസിഡന്റ് എന്ത് തീരുമാനിച്ചു, ഞാൻ കെനിയനെ സംരക്ഷിക്കണം, അപ്പോൾ അതിന് എൻ്റെ സഹായം അവർക്ക് വേണം. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദ ഹോംസ്. അങ്ങനെ ഈ പ്രസിഡന്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്തെടുത്തത്, എല്ലാ വീടിൻ്റെയും പുറത്ത് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറഞ്ഞു. ഇൻ ദ മസായി കമ്മ്യൂണിറ്റി എവ്രി വൺ എഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദ ഹോം. അപ്പം അങ്ങനെ മസായി കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും അതിന് സമ്മതിച്ചു. എന്തിന്? ഓരോ മരം അവരുടെ വീട് മുറ്റത്തും പറമ്പത്തൊക്കെ ആയിട്ട് കുഴിച്ചിടും. റെബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗെദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. അങ്ങനെ റെബേക്കയും അവരുടെ അമ്മയും കൂടെ ഡഗ് എ ഹോൾ ടുഗെദർ. ഡഗ് എന്ന് പറഞ്ഞാൽ കുഴിച്ചു, ഒരു കുഴി കുഴിച്ചു, ഒരു സീഡ്ലിംഗ് നട്ടു. പ്ലാന്റഡ് എന്ന് പറഞ്ഞാൽ നടുക, സീഡ്ലിംഗ് നട്ടു. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, റെബേക്കൻ്റെ അമ്മയും റെബേക്കയും കൂടെ ഒരു തൈ നട്ട്. അപ്പം സീഡ്ലിംഗ്, പ്ലാന്റഡ് എ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ തൈക്കാണ് സീഡ്ലിംഗ് എന്ന് പറയും. ഇതവിടെ വേറൊരു സ്ത്രീ, അടുത്ത വീട്ടിലെ സ്ത്രീ അവർ കൊണ്ടുപോയിട്ട് സീഡ്ലിംഗ് നടാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീ വീണ്ടും അവിടെ നട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടുമുറ്റത്തായിട്ട് മരത്തൈകൾ കുഴിച്ചിട്ടു. അറ്റ് റെബേക്കാസ് സ്കൂൾ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. അപ്പോൾ സ്കൂളിൽ എന്താ സംഭവിച്ചത്, പ്രിൻസിപ്പൽ ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. അങ്ങനെ പ്രിൻസിപ്പൽ റെബേക്കനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്തി. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അടുത്ത്. പ്രൊട്ടക്ടിങ് ദ എൻവയൺമെന്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്, ദ പ്രിൻസിപ്പൽ സെഡ്. പ്രിൻസിപ്പൽ എന്ത് പറഞ്ഞു, നമ്മൾ ഈ പ്രകൃതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് എവ്രി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയും അതിനെ സഹായിക്കണം. ബട്ട് വി വുഡ് like to thank Rebecca for helping us learn and make a change. പക്ഷെ നമ്മൾ ഈ സമയം റെബേക്കനോട് നന്ദി പറയണം. എന്തിനാണ്? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനും ഈ മാറ്റങ്ങൾ വരുത്താനും സഹായിച്ചതിന്. Imagine how beautiful the world would be if we all helped our community. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കമ്മ്യൂണിറ്റിനും നമ്മളുടെ രാജ്യത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം എത്ര ഭംഗിയുള്ളതായിരിക്കും അല്ലേ, എത്ര സുന്ദരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. ഇതൊക്കെ കേട്ടപ്പോൾ റെബേക്കക്ക് വളരെ സന്തോഷമായി. ഷീ വണ്ടേർഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അപ്പം ഈ പ്രകൃതിനെയും അതേ സമയത്ത് കമ്മ്യൂണിറ്റിനെയും സഹായിക്കാനായിട്ട് അവളും അവളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇനി അടുത്ത ചിന്ത. ഇപ്പോൾ വായിച്ചതുപോലെ റെബേക്കനെ അടുത്ത് നിർത്തിയിട്ട് പ്രിൻസിപ്പൾ അസംബ്ലി ചെയ്ത കുട്ടികളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. റെബേക്ക ദ ചേഞ്ച് മേക്കർ രണ്ടാം ഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ പതിവ് പോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ
please like, share and subscribe my channel. Thank you for watching.